ദൈവം നമുക്ക് നൽകുന്നതായ സംരക്ഷണം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവിക സുരക്ഷയെ പറ്റി നാം ബോധ്യം ഉള്ളവരായിരിക്കണം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവിക സുരക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ 4 കോണിൽ നിന്ന് സുരക്ഷ ചെയ്യുന്നതാണ് ദൈവിക സുരക്ഷ. അതായത് അവൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലുമായിട്ട് ദൈവത്തിൻ്റെ സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഒരു ആത്മീകൻ നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ദൈവിക കവചത്തിനുള്ളിൽ അല്ലെങ്കിൽ ദൈവിക സുരക്ഷാ വലയത്തിനുള്ളിൽ ജീവിക്കുന്നതായ ഒരു ദൈവ പൈതലിന് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സധൈര്യം അവന് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൊരു സുരക്ഷയുണ്ട്. ലോകത്തിലെ പ്രധാനമന്ത്രിമാർക്ക്, മറ്റു മന്ത്രിമാർക്ക് അവർക്ക് ബോഡി ഗാർഡ് ഉള്ളതുപോലെ അതിനെക്കാട്ടിലും ഉപരിയായ ഒരു സ്വർഗീയ സുരക്ഷാ വലയത്തിലുള്ളതിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ. അതായത് ഈ വചനത്തിൽ ആഴമായ ഒരു അർത്ഥമുണ്ട്. പർവ്വതങ്ങൾ തൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുന്നതല്ല, അത് വളരെ സ്ട്രോങ് ആണ്. അതെ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമുള്ളതായ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം നൽകത്തില്ല. അതുപോലെ തന്നെ ആ സുരക്ഷ എത്ര സ്ട്രോങ് ആണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക. ദൈവിക സുരക്ഷാ വലയത്തിൽ മുന്നോട്ട് പോകുക. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.